ജോ, നമസ്കാരം. നമസ്കാരം. താങ്കൾ ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്ററിന്റെ മകനല്ലേ? അതെ, 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 അതെ. നമ്മുടെ കേരളത്തിൽ മൊത്തത്തിലുള്ള ഒരു പ്രതീതിയാണ് ബി.ജെ.പി. ക്രൈസ്തവരെ ഉത്തരേന്ത്യയിൽ ആക്രമിക്കുന്നു, വൻതോതിൽ ആക്രമണത്തിന് ക്രൈസ്തവർ ഇരയാകുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് താങ്കൾക്ക് വ്യക്തമായിട്ട് അറിയാലോ. അപ്പോൾ താങ്കൾ യാ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ബി.ജെ.പി. ബി.ജെ.പി. എന്നല്ല, ബി.ജെ.പിയുടെ ഉം ഉം. കൂട്ടത്തിലുള്ള ആർ.എസ്.എസ്, ബജറംഗ് ദള്, ശിവസേന തുടങ്ങിയിട്ടുള്ള അവരുടെ കൂട്ടത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ആണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഡയറക്ട്ലി അവർക്ക് ഇൻവോൾവ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തുള്ള കമ്മ്യൂണിറ്റികളായിരിക്കും ഏറ്റവും ശക്തമായിട്ട് ഈ മതത്തിന്റെ അനുസരിച്ച് അല്ലെങ്കിൽ ആ വിശ്വാസത്തെ ഭയങ്കര വലിയ രീതിയിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ. ഇപ്പൊ നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് ഇവിടുത്തെ കേരളത്തിലുള്ള പാസ്റ്റേഴ്സ് ഇവിടെയുള്ള വിശ്വാസികളെ പ്രാർത്ഥനയ്ക്ക് കൂട്ടിവരുത്തുകയും അല്ലെങ്കിൽ അങ്ങനത്തെ കൂട്ടായ്മകൾ നടത്താതെ അവർ നോർത്ത് ഇന്ത്യയിൽ ഇവിടുത്തെ എല്ലാം ത്യജിച്ചുകൊണ്ട് പോകുന്നത് തന്നെ മതം മാറ്റത്തിന്റെ ഉദ്ദേശം തന്നെയാണ്. അല്ലാതെ വേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ പറ്റുന്നത് ഒരിക്കലും സാധ്യമല്ല. കാരണം അവിടെ ഒരു 30% അവർ ചാരിറ്റി നടത്തിയാൽ ബാക്കി 70% മതപരിവർത്തനം തന്നെയാണ് അൾട്ടിമേറ്റ്ലി അവരുടെ ഉദ്ദേശം. അതിനുവേണ്ടി ചാരിറ്റി അവരവിടെ ഒന്നും അല്ല പോയിട്ട് ചാരിറ്റി ഉണ്ട്. പക്ഷെ ചാരിറ്റി ഇൻ ദ സെൻസ് അവര് ഒരു മാസ്ക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം എന്താ പറയാ, അവിടെ ഓർഫനേജസ് അല്ലെങ്കിൽ സ്കൂളുകൾ ഇതെല്ലാം അൾട്ടിമേറ്റ്ലി അവർ നടത്തുന്നത് അതിനെ ഒരു ബാക്കപ്പ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഒരു ഫ്രണ്ടിൽ ഒരു മാസ്ക് ആയിട്ട് വെച്ചുകൊണ്ട് ഇതിനെ അവിടെ മതപരിവർത്തനം നടത്തുക എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അല്ലെങ്കിൽ ഇത്രയും ത്യാഗം സഹിച്ച് വളരെ തുച്ഛമായ പൈസയ്ക്ക് ഇവിടുന്ന് ഒരാള് പാസ്റ്ററായിട്ട് അവിടെ പോവുക അല്ലെങ്കിൽ അവിടെ ഒരു മിഷണറി പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ ആ സുവിശേഷ വേല അത് എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നത്? സ്വന്തം കുട്ടികളെ പട്ടിണിക്കിടുക, ഭാര്യയെ പട്ടിണിക്കിടുക, വാടക അടയ്ക്കാനോ ഒരു സാധനം പുതിയതായിട്ട് വാങ്ങിക്കാനോ അവരുടെ പണമില്ല. മോസ്റ്റ് ഓഫ് ദി ടൈം അവരുടെ ഒന്നിനും പണം ഉണ്ടാവില്ല. ഒരു പെട്രോൾ അടിക്കാൻ പോലും അവരുടെ കാശ് ഉണ്ടാവില്ല. അവര് ഇതെല്ലാം സഹിച്ച് അവിടെ പോയി കിടക്കുന്നത് ഒരിക്കലും ചാരിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചാരിറ്റി വേണമെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് ചെയ്യാലോ. ജോലി ചെയ്തുകൊണ്ട് ആ കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് ചാരിറ്റി ചെയ്യാലോ. ഇത് ചാരിറ്റി ഉപയോഗിച്ച് മതങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് അത് അവരുടെ ലക്ഷ്യം തന്നെയാണ്. വലിയ ഫണ്ട് ഇതിന് വരുന്നുണ്ടോ? പുറത്തുനിന്ന് വലിയ തോതിലുള്ള ഒരു ഫണ്ട് ഇതിന് ലഭിക്കുന്നുണ്ടോ ഈ പാസ്റ്റർമാർക്കൊക്കെ? വലിയ രീതിയിലുള്ള ഫണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരെയും അങ്ങനെ നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. കാരണം കുറെ ആളുകൾ കടം മേടിച്ചിട്ടും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. കുറെ ആളുകൾ അല്ലാതെ ഒരു പ്രസ്ഥാനം തുടങ്ങി അതിനെ വലിയ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിനെ പുറം രാജ്യങ്ങളിലേക്ക് എത്തിച്ച് അവിടെ കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഫോട്ടോസും വീഡിയോസും ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് അവിടുത്തെ ആളുകളെ കൺവിൻസ് ചെയ്ത് അവിടുന്ന് പണം വരുത്തുന്ന ആളുകളുണ്ട്. അത് പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തു പോയി ഇവിടുന്ന് ഇന്ത്യക്ക് പുറത്തു പോവുക, അവിടെ ചെന്നിട്ടുള്ള ചർച്ചുകളിലും ഇതുപോലുള്ള ക്രൂസൈഡുകൾ പരിപാടികളൊക്കെ നടക്കുമ്പോൾ, കൺവെൻഷൻസ് നടക്കുമ്പോൾ അവിടെ ക്രിസ്ത്യൻ ആളുകൾ ഒരുപാട് ഉണ്ടാവും. അവർക്ക് 10 മിനിറ്റ് 15 മിനിറ്റ് കിട്ടും. ആ 15 മിനിറ്റില് നോർത്ത് ഇന്ത്യയിൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കാണിക്കുക. അവിടുത്തെ ആളുകൾ കൺവിൻസ് ആയി കഴിഞ്ഞാൽ അവിടെ അവർക്ക് പണം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വലിയൊരു ഫണ്ട് തന്നെ ലഭിക്കുന്നുണ്ടല്ലേ? അപ്പൊ പലർക്കും വലിയൊരു ഫണ്ട് തന്നെ ലഭിക്കുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി നമുക്ക് വലിയ ഫണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് 10,000 തുടങ്ങി കോടികൾ വരെ എത്താം. അതായത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു മിഷണറിയെ സഹായിക്കാൻ വേണ്ടി ഒരാൾക്ക് ഇപ്പൊ എത്ര രൂപ കേപ്പബിൾ ആയിരിക്കുന്നു. ഇപ്പൊ ഒരാൾ പറയാണ് ഞാൻ ഒരു വർഷത്തേക്ക് ഒരു ചർച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഇത്ര രൂപ പണം ഞാൻ തന്നേക്കാം ഒരു വർഷത്തേക്ക് എന്ന് പറയാന്ന് വിചാരിക്കുക. അപ്പൊ മറ്റൊരാൾ പറയാണ് ഞാനൊരു ഹ്യൂജ് എമൗണ്ട് ചെക്ക് എഴുതി തരാമെന്ന് വിചാരിക്കുക. അങ്ങനെ കിട്ടുന്നത് കൊണ്ട് കണ്ടിന്യൂസ്ലി എല്ലാ മന്ത് പൈസ കിട്ടുന്നവരുണ്ട്. ചിലപ്പോൾ അവരൊരു ചർച്ച് പണിയാനുള്ള ഫണ്ടായിരിക്കും കൊടുക്കുന്നത്, ചിലപ്പോൾ അവിടെ ഒരു വാഹനം വാങ്ങിക്കാനായിരിക്കും, ചിലപ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ പോയിട്ട് കുറെ കമ്പിളി പുതപ്പോ അരിയോ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള ഫണ്ടായിരിക്കും. അൾട്ടിമേറ്റ്ലി അത് കറങ്ങി വരുന്നത് ക്രിസ്ത്യാനിറ്റി ഈസ് ദി ബെസ്റ്റ് റിലീജിയൻ ഇൻ ദിസ് വേൾഡ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അൾട്ടിമേറ്റ് ഉദ്ദേശം തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി വിദേശികളും വിദേശത്തുള്ള മലയാളികളും എല്ലാം അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യും. എന്തുകൊണ്ടാണ് അവിടെയുള്ള ഈ സാധുക്കളായിട്ടുള്ള ജനങ്ങൾ ഇതിനൊക്കെ ഇവരുടെ ഈ പ്രവർത്തികൾക്കൊക്കെ ഇരയാകുന്നത്? സാധുക്കൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും മതം മാറ്റത്തിന് അല്ലെങ്കിൽ മതപരിവർത്തനത്തിന് വേണ്ടി ക്രിസ്ത്യൻസ് മുസ്ലിംസിന്റെ ഒരു സ്ഥലത്തേക്ക് ചെല്ലാറില്ല. മുസ്ലിംസിനെ മതം മാറ്റാറില്ല. അതായത് അവരുടെ ഗ്രാമങ്ങളിലോ
അവര് താമസിക്കുന്ന സ്ഥലങ്ങളിലോ പോയിട്ട് അവർക്ക് സുവിശേഷം നടത്താനോ അവരെ മതം മാറ്റാനോ ഇവർ ശ്രമിക്കാറില്ല. എന്തുകൊണ്ടാണ് ഹിന്ദുക്കളെ തന്നെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും മെയിൻ റീസൺ, ഹിന്ദുക്കൾ അൾട്ടിമേറ്റ്ലി ഒരു വിഗ്രഹത്തെ അല്ലെങ്കിൽ ഒരു ബിലീഫ് സിസ്റ്റത്തെ ക്രിയേറ്റ് ചെയ്ത് അതിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അത് പണ്ട് മുതലേ ഒരു സംസ്കാരം പോലെ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു കൾച്ചറായിട്ട് ഒരു ട്രഡീഷനായിട്ട് പല കാര്യങ്ങൾ ചെയ്ത് അതിന് പ്രത്യേകിച്ച് ലോജിക്കോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ എന്നുള്ളൊരു രീതികളൊന്നും അവർക്കില്ല. അവർക്ക് ഒരു വ്യക്തി, ഒരു വസ്തുവിനെ കിട്ടിയാൽ മതി, അതിനെ പൂജിച്ചുകൊണ്ട് അവരിയ്ക്കും. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ വിശ്വസിപ്പിക്കാൻ വളരെ ഈസിയാണ്. കാരണം അവര് വലിയ ലോജിക്കിനെ നോക്കിയിട്ടൊന്നും അല്ലായിരിക്കും വിശ്വസിക്കുന്നത്. അപ്പം ഈ ഗ്രാമങ്ങളിൽ ചെന്നിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് എഡ്യൂക്കേഷന്റെ കുറവുണ്ട്. അവർക്ക് നോർമലി നമ്മളെ പോലുള്ള മോഡേൺ ലോകത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടും കാര്യങ്ങളെല്ലാം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് കൺവിൻസ് ചെയ്യാൻ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ദളിതരായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ നോർത്ത് ഇന്ത്യയിൽ. അതായത് ദളിതർ ഇൻ ദ സെൻസ് ഞാൻ പാവപ്പെട്ടർ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോ പണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ടൗണുകളിലല്ല ഇവർ ഈ പ്രവർത്തനം നടക്കുന്നത്. മുസഹർ എന്ന് പറഞ്ഞിട്ടുള്ള കോളനികളുണ്ട്, അതായത് എലിയെ ഭക്ഷിക്കുന്ന കോളനികൾ, പന്നിയുടെ കൂടത്തിൽ താമസിക്കുന്ന കോളനികളുണ്ട്, ആദിവാസികളെ പോലെ താമസിക്കുന്ന ആളുകളുണ്ട്. അവിടെയുള്ള ആളുകളെ, അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് ചെന്ന് അവിടെ ഗ്രാമങ്ങളിൽ സുവിശേഷം പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് ഹെൽപ്പിംഗ് ആയിട്ടുള്ളത്. കാരണം ഇവർക്ക് കൗണ്ട് കൂട്ടുക എന്നുള്ളത് ആ ഒരു രീതിക്ക് പറ്റത്തുള്ളൂ. കാരണം പണ്ഡിത്തുകളുടെ അടുത്തോ തിവാരി അല്ലെങ്കിൽ ശർമ്മ തുടങ്ങിയിട്ടുള്ള കൂടിയ ജാതി എന്ന് അവിടെ നോർത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആളുകൾ, അവിടെ അങ്ങനെയുള്ള ഒരു വർണ്ണ വിവേചനം നടക്കുന്ന ഒരു സ്ഥലത്ത് സവർണരായിട്ടുള്ള ആളുകളുടെ അടുത്ത് ചെന്നിട്ട് അല്ലെങ്കിൽ അങ്ങനത്തുള്ള ആളുകളുടെ അടുത്ത് ചെന്നിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതായത് അവിടുത്തെ ആളുകൾ പോലും ജാതിയിൽ താഴ്ത്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന, അതായത് പണത്തിന്റെ, ഞാൻ ജാതി എന്ന് പറയുന്നത് എന്താ പറയുന്നത്, അവരുടെ ഇതിനെ അല്ല, അവരുടെ ആ ടോട്ടൽ ഇതിനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷനിൽ അവർ താഴ്ന്നവരായിരിക്കും, പണത്തിൽ അവർ താഴ്ന്നവരായിരിക്കും, അവരുടെ ജീവിത ശൈലിയിൽ അവർ താഴ്ന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് മോഡേൺ അല്ലെങ്കിൽ നമ്മുടെ ആധുനികമായിട്ടുള്ള സംസ്കാരത്തിലേക്ക്, ആധുനികമായിട്ടുള്ള ജീവിതത്തിലേക്ക് അവർ എത്തിയിട്ടില്ലാത്ത ആളുകളായിരിക്കും. അപ്പൊ അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസിയാണ്. ബാക്കിയുള്ള ആളുകളെ അവർ കൺവിൻസ് ചെയ്യാൻ വേണ്ടി വളരെ പാടുപെടും. മാത്രമല്ല അവർ പെട്ടെന്ന് പോലീസിന് വിളിക്കുകയോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഒരു വിഷയമാവുകയോ ചെയ്യും. ഇന്ത്യയെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമാക്കി മാറ്റുക എന്നൊരു അജണ്ട ഈ കൂട്ടർക്കുണ്ടോ? ഇല്ല, അങ്ങനല്ല. അങ്ങനെ ഒരു അജണ്ട ഇപ്പം ഹിന്ദുത്വ രാഷ്ട്രം അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞൊരു കൃത്യമായിട്ടുള്ള ഒരു അജണ്ട, അങ്ങനത്തെ ഒരു രാഷ്ട്രവാദമോ അങ്ങനെയൊന്നുമില്ല അവർക്ക്. അവർക്ക് വേണ്ടത് യേശുവിനെ മാത്രം വിശ്വസിക്കുക, യേശു മാത്രമാണ് ദൈവമെന്ന് വിശ്വസിക്കുക, അങ്ങനെയുള്ള ഒരു പ്രചരണം അവർ നടത്തുന്നത്. അല്ലാതെ എല്ലാവരെയും അവരുടെ ആളുകളാക്കി അങ്ങനെ നിർത്തണം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇവരെയാണ് ഈ പറയുന്ന പോലെ ഹിന്ദുത്വവാദികൾ ആക്രമിക്കുന്നത് അല്ലെ? ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ആക്രമിക്കുന്നത് ഇവരെയാണ് അല്ലെ? അതെ, മര്യാദയ്ക്ക് അവിടെ സ്കൂളിൽ ജോലി ചെയ്യുന്ന മലയാളികളുണ്ട്, ഡോക്ടേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, നഴ്സുമാരുണ്ട്, അങ്ങനെ നല്ല നല്ല ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, പഠിക്കാൻ ചെല്ലുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകളൊന്നും ആരും ആക്രമിക്കുന്നില്ലല്ലോ. ഒരു ഗ്രാമത്തിൽ കയറി അവിടുത്തെ ഉള്ള ഭൂരിഭാഗം ആളുകളെയും ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി ഇവർ കഷ്ടപ്പെടുന്നത് കാണുന്നത് കൊണ്ടാണ്. അതായത് ഈ പല രീതിയിലുള്ള ഇപ്പം അവരുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ നിൽക്കുന്ന ഒരു ഫാമിലിയെ ഇവരിൽ നിന്ന് പറിച്ചെടുത്ത് മറ്റൊരു മതത്തിലേക്ക് ചേർക്കാൻ വേണ്ടി ഇവർ വളരെ വലിയ രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഈ ചാരിറ്റിയോ അല്ലെങ്കിൽ മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് പോലുള്ള ക്രിസ്ത്യാനിറ്റിയെ പൊലിപ്പിച്ച് കാണിക്കുന്ന സിനിമകളും വീഡിയോകളും ഒക്കെ അവിടെ പോയിട്ട് പ്രൊജക്ടർ വെച്ച് കാണിക്കുക, വഴിയോരം ഫ്ലക്സുകളും പേപ്പറുകളും ഒക്കെ ഒട്ടിക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് പേപ്പറുകൾ കൊടുത്തോണ്ടിരിക്കുക. അവരുടെ തനതായിട്ടുള്ള ഭാഷകളുണ്ട്. ഇപ്പൊ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അവർ ഹിന്ദിയെക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത് അവിടുത്തെ ഭോജ്പുരി ദേഹാത്തി ഭാഷകളാണ്. അപ്പൊ ഭോജ്പുരി ആയിട്ടുള്ള ഭാഷയിലോട്ട് ബൈബിളിനെ തർജ്ജമ ചെയ്യുക. അവിടുത്തെ ഭോജ്പുരി സംസാരിക്കുന്ന ആളുകൾക്ക് പോലും ബൈബിള് യേശു ക്രിസ്തുവാണ് സത്യം എന്ന് പറഞ്ഞിട്ട് വിശ്വസിപ്പിക്കുക. അവർ ചെയ്യുന്നോണ്ടിരിക്കുന്ന വിഗ്രഹാരാധന, ആ ദൈവം തെറ്റാണെന്ന് അവരെ പഠിപ്പിക്കുക. എന്നിട്ട് യേശു മാത്രമാണ് സത്യമെന്നും യേശു ക്രിസ്തുവാണ് യഥാർത്ഥ രക്ഷണെന്നും അവർ പാപിയാണെന്നും അവർക്ക് പാപത്തിൽ നിന്ന് രക്ഷ നേടി അവർ സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തു മാത്രമേ ഒരേ ഒരു വഴി എന്നും അവരെ പറഞ്ഞു പഠിപ്പിക്കുക. അപ്പൊ പാപി എന്നൊരു അൾട്ടിമേറ്റ്ലി പാപം ചെയ്തൊരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ അവർ അൾട്ടിമേറ്റ്ലി അവർ ഭയക്കാൻ തുടങ്ങും. ആ പാപബോധം അവരുടെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് അവർ മതം മാറാൻ വേണ്ടി തയ്യാറാവും.
ഇന്നിപ്പോ ഇത് സാൽവേഷൻ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ കൺവേർഷൻ ഒരുപാട് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നത് കൊണ്ടും FCRA നിയമമൊക്കെ പാസ്സാക്കിയത് കൊണ്ടും ഒക്കെ. അതൊന്നും വലിയ സംഭവമില്ല. അത് അൾട്ടിമേറ്റ്ലി കൂടത്തുള്ളൂ ഇനി. കാരണം ഇത് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ, മതപരിവർത്തനം നടത്തുന്ന ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞാൽ നാട്ടിൽ വലിയ വിലയാ. വലിയ പണമൊന്നും കിട്ടിയില്ലെങ്കിലും ഭയങ്കര വിലയാണ്. കാരണം നമ്മളൊരു ചർച്ചിൽ ചെല്ലുമ്പോഴത്തേക്ക് നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് ദൈവത്തിന്റെ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തി എന്നറിയപ്പെടുന്നത് അവർക്ക് വലിയൊരു കാര്യം പോലെ തന്നെയാണ്.